ബഷീർ മാസ്റ്റർ മഞ്ചേരി എന്നാണ് അറിയപ്പെടുക. നിങ്ങൾ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ കാണാം. ഓക്കെ, അപ്പം നല്ല ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഷംസു സാറ് വളരെ നന്നായി ഹ്രസ്വമായ സമയം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളും MC തുടക്കത്തിലെ പറഞ്ഞു. അല്ലേ? അത് നമ്മൾ കേട്ടു. ഇനിയോ നമ്മളൊക്കെ പല ജോലി ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്. എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? എന്തിനാ സാറേ നമ്മൾ ജോലി ചെയ്യുന്നത്? ജോർജ് കുട്ടി കിട്ടാനാണ്. ബീരാൻകുട്ടി, മലപ്പുറം ഭാഷ പറ ബീരാൻകുട്ടിക്ക് വേണ്ടിയാണ്. അല്ലെ? എല്ലാവരും പല ജോലികളും ചെയ്യുന്നത് അല്ലെ ചേച്ചി? ആണ്, എല്ലാവരും വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചോളൂ. നല്ല റിസൾട്ട് ആണ്. ഞാനൊക്കെ എത്രയോ റിസൾട്ട് പറയിക്കുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറയാം. ഞാൻ ഈ കമ്പനിയിൽ വന്നിട്ട് 1.5 മാസമായിട്ടുള്ളൂ. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വലിയ റിസൾട്ട് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഭാര്യക്ക് നിരവധി അസ്വസ്ഥതകളുണ്ട്. അതിനെ കഴിഞ്ഞ ഞായറാഴ്ച കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിന്റെ അടങ്ങിയത് എന്തുകൊണ്ടാണ്? അല്ലേ? സാർ ഇവിടെ കുറെ ഡിസീസ് പറഞ്ഞു, കുറെ ജീവിതശൈലി രോഗങ്ങൾ പറഞ്ഞു. അല്ലെ? എന്തുകൊണ്ട് ആണ് ഇത്രയും വരുന്ന ഡിസീസുകളെ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ ഇതിന് പ്രിവെന്റ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. ഇത്രയും ജീവിതശൈലി രോഗങ്ങളെ എന്തുകൊണ്ടാണ് പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നത്? അതാ സാർ പറഞ്ഞ 25 ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. അല്ലെ? അതുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് 45-48 രാജ്യങ്ങളിൽ ഈ കമ്പനി ബിസിനസ് ചെയ്യുന്നത്. സാറിന്റെ കമ്പനിന്റെ പ്രൊഫൈല് പറഞ്ഞു, പ്രൊഡക്റ്റും പറഞ്ഞു. ഇല്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഉഷാറാക്കണമെങ്കിൽ, എന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. ബിസിനസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രൊഫഷണലി ഞാനൊരു നെറ്റ്വർക്കറാണ്. ഞാൻ 26 വർഷം കഴിഞ്ഞ് നെറ്റ്വർക്ക് ചെയ്തു തുടങ്ങിയിട്ട് ഈ നെറ്റ്വർക്കിലൂടെ ഞാൻ ഇതിൽ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്റെ വീടും എന്റെ പരിസരവും കൊണ്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നെ അറിയുന്നവരുടെ തൊട്ട അയൽവാസിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് സത്യമാണ്. പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. എന്നെ അറിയുന്നവർക്കും അറിയാം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഈ പ്രൊഡക്റ്റിലൂടെ, ഈ കമ്പനിന്റെ പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു നിർബന്ധപ്പെടില്ല. പക്ഷെ ബിസിനസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് പ്ലാൻ ഏറ്റെടുക്കാം. അല്ലെ? ഇന്ന് നമ്മൾ പല ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇന്ന് പാടുപെടുകയാണ്. അല്ലേ? ഒരു വീട്ടിൽ നിന്ന് 3-4 ആളുകൾ ജോലിക്ക് പോയാലും നമ്മളെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ എംപ്ലോയീസിനെ ആലോചിച്ച് നോക്കാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിലും ആലോചിച്ച് നോക്കാണ്. ഓരോക്കല്ലേ എന്താ കിട്ടുന്നത്? ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ എന്തോ ഓർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10-15 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഒരു കടം വാങ്ങി മുന്നോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ആവശ്യമായ ഒരു എന്തില്ല, ക്യാഷ് നമ്മൾക്കില്ല. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അത് നമുക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് ഗോൾഡ് പണയം വെക്കണം, അല്ലെങ്കിൽ കടം വാങ്ങണം. ഈ സിറ്റുവേഷൻ പലർക്കും ഉള്ളത്. അല്ലെ? അതുപോലെ തന്നെ നമ്മൾ മക്കളെ കൊണ്ട് ഒരു ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഈ മക്കൾ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്താ കാരണം? നമ്മൾ കരുതിയ പണം നമ്മളെ കയ്യിലില്ല. നമുക്ക് ആഗ്രഹമില്ല. അല്ലേ? ഞാൻ ഇതിനു മുമ്പ് നെറ്റ്വർക്ക് ചെയ്തൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ലക്ഷങ്ങൾ വാങ്ങിയ ആളാണ്. ഞാൻ എന്റെ മക്കളോട് പറയും, നിങ്ങൾക്ക് വേണ്ട എടുത്തോളി. എന്താ എന്റെ അടുക്കല് ഈരാമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് വലിയൊരു സംഗതിയാണ്. അല്ലേ? നമുക്ക് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അപ്പം മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിക്കുന്ന സമയത്താണ്. അപ്പൊ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ പണം വേണം. അല്ലേ? നമുക്ക് മക്കൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. വേണ്ടേ? പണം ഇല്ലാതെ ഒന്നും നടക്കൂല. മാത്രമല്ല നമ്മൾ
അവരുടെ ഇഷ്ടാനുസരണം ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ എന്ത് വേണം?